എൻ്റെ ഓണത്തിന് വാങ്ങിച്ച ചുരിദാർ തുണിയാണ്. അതൊന്ന് തയ്ച്ച് നോക്കട്ടെ, ശരിയാകുമോയെന്ന് അറിയത്തില്ല. കുറേ നാളായി പറഞ്ഞാൽ ഈ ടോപ്പ് വാങ്ങിക്കുന്നത് കൊണ്ട് ചുരിദാർ വെട്ടി തയ്ച്ചിട്ട് കുറേ നാളുകളായി. തയ്ച്ച് നോക്കട്ടെ എങ്ങനെ ആവുമെന്ന്. എന്നാ കുഞ്ഞി അടുക്കള പരിപാടി? നോക്കിയോ എന്നാ പരിപാടിയെന്ന് അവിടെ? ജിമ്മിൽ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? കുറെ 2-3 ആഴ്ചക്ക് ശേഷം ഇന്നാ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നത്. ആണോ? കൊള്ളായിരുന്നു അല്ലേ? വന്നിട്ട് ഷെയ്ക്ക് അങ്ങ് അടിച്ച് കുടിച്ചല്ലേ? കുടിച്ച് ഒരു മുട്ട തിന്നു, ബാക്കി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അയ്യോ ഭാഗ്യം, ഞങ്ങൾക്കും 2 മുട്ട. ഒരെണ്ണം എനിക്കുള്ളതാ. ഇനി അതിനകത്ത് ഒരെണ്ണം വേണോ? അത് കൊള്ളാലോ. ഇതെന്ന് പറഞ്ഞാൽ എനിക്കുള്ള അതിൽ നിന്ന് ഒരെണ്ണം എടുത്തോ? അതേ ഉള്ളൂ. ഒരെണ്ണം മതി. കുഞ്ഞി, നിന്റെ കറക്ക് കമ്പനിയൊക്കെ എവിടം വരെ ആയി? അല്ല, ചോദിച്ചത് നീ കുറെ നാള് പ്രാക്ടീസ് ചെയ്തല്ലേ കറക്കുന്ന കാര്യം. എന്നൊക്കെ കറക്കാൻ പറ്റും? ആണോ? എന്നാ മുട്ട ഇരിക്കുന്ന പാത്രം അതെല്ലേ? എന്നാ ഇപ്പൊ തൽക്കാലം കറക്കാൻ പറ്റുന്ന എന്നാ സാധനം ഉള്ളേ? ഒരു പ്ലേറ്റ് ഒന്ന് കറക്കി കാണിച്ചേ, എങ്ങനെ കറക്കുന്നുണ്ടോ? മറ്റേ പ്ലേറ്റ് കറക്കിയാലേ അത്ര ശരിയാവത്തില്ല. അത് ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യില്ല. ഇത് സ്കൂളിൽ വെച്ച് ചലഞ്ച് ചെയ്ത് പഠിച്ച 1 വർഷം കൊണ്ട് 7ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഇരുന്ന് പഠിച്ച കാർഡ്ബോർഡ്, ബുക്ക് അതൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത കൂടുതൽ. കാർഡ്ബോർഡല്ലേ, ബുക്ക് ഞാൻ 17 മിനിറ്റ് റെക്കോർഡ് ഇട്ടേ. ഇത് കൊള്ളാം. ഇപ്പൊ ഒരു വിരലെ തന്നെയാണോ കറങ്ങുന്നത്? തന്നെ കറങ്ങുവാണോ അതോ നിങ്ങൾ കറക്കി വിടുന്നതാണോ? ഇത് നേരത്തെ ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോ നേരത്തെ ഇങ്ങനെ വിരല് മാറുമായിരുന്നു. അന്നേരം ഞാൻ എപ്പോഴും ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊറേ നാളായി ചെയ്തിട്ട്. ആണോ? അതുകൊണ്ട് വലിയ ഇതില്ല ഇപ്പൊ. എന്നാലും അത്യാവശ്യം ബാലൻസ് ആയല്ലേ? ബാലൻസ് ഉണ്ട്. അത് പിന്നെ ഒരു തവണ കറക്കി പഠിച്ചാ പോത്തില്ലല്ലോ. അതെല്ലേ? ഇത് ചലഞ്ച് ചെയ്ത് പഠിച്ചാ 1 വർഷം കൊണ്ട്. അപ്പം സെറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ രീതിയിലെല്ലാം ചലഞ്ച് ചെയ്ത് പഠിക്കാവോ? പിന്നെ ചലഞ്ച് ആയാ മതി. അതെല്ലേ? ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യും. അങ്ങനെ പറ്റത്തില്ലെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളത് എങ്ങനെയും ചെയ്യും. പറ്റൂന്ന് പറഞ്ഞ വലിയ ഇതില്ല. നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് എന്നതാടാ മുട്ടയോ? ഇത് കൊള്ളാലോ. ഇതെന്നെ മാറ്റുവാണേ വന്ന് കഴിക്കാൻ. അപ്പം 3 മുട്ടയുണ്ട്. ഒരെണ്ണം അച്ചമ്മച്ചിക്കും കൊടുത്തേരെ. അച്ചമ്മച്ചിക്ക് കൊളസ്ട്രോൾ ആണോ? അത് കൊള്ളാലോ. മുട്ട ഒഴുങ്ങി ഇഷ്ടമല്ല, ഓംലേറ്റ് ഇഷ്ടം. അതെല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന കഴിച്ചോ. കോപ്പി, ആ കപ്പുറത്ത് ഒരു 1/2 കിലോയുടെ 2 പാക്കറ്റ് എടുത്തേ. ഇന്നത്തെ കപ്പുറത്ത് നല്ല അടിപൊളി കപ്പുറത്തായിരുന്നു. നല്ല കളറുണ്ട്, നല്ല കളറും ഉണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. ഇത് മഞ്ഞക്കപ്പ മഞ്ഞ കളറുള്ള കപ്പ. ഇന്നിപ്പം എന്നാ കറി? ഇതെന്നാന്നറിയോ? രാവിലെ മത്തങ്ങായും വൻപയറും കൂടി എരിശ്ശേരി വെച്ചതായിരുന്നു. അത് കൊള്ളാം. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പറ്റിയില്ല. ബാങ്കിൽ പോയിട്ട് വൈകിട്ട് വന്നത് കൊണ്ട് ഉച്ചയ്ക്ക് കറി ഒന്നും കൂട്ടാൻ പറ്റിയില്ല. അപ്പൊ ഇതെല്ലാം കൂടെ വൈകുന്നേരം കഴിക്കാം. തയ്യലൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, പകുതിയാക്കി വെച്ചു. ആണോ? കഴിച്ചിട്ടിരുന്ന് തയ്ക്കാം. അത് കൊള്ളാലോ. കഴിഞ്ഞോ? ഉച്ചയായപ്പോ കഴിഞ്ഞോ? മത്തങ്ങ എരിശ്ശേരി മതിയല്ലോ. കല്യാണം തകർക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് കൊള്ളാം. നല്ല അടിപൊളി കാന്താരി ഉണ്ടല്ലോ. ദോശയും കാന്താരിയോ? ഉണക്കമീൻ വറുത്തമുണ്ട്. അതെ. അപ്പൊ ദോശ, ചമ്മന്തിയും കാന്താരി, ഉണക്കമീനും. കാണുന്ന ആൾക്കാർ ഓർക്കല്ലേ ഈ ദോശക്ക് ഉണക്കമീൻ? അല്ല, ദോശക്ക് ചമ്മന്തി, ചോറിന് കാന്താരി, ഉണക്കമീൻ വറുത്തതും മത്തങ്ങായും പയറും കറിയും പാവയ്ക്കാത്തോരൻ. ആഹാരം കളയുന്നത് ശരിയല്ല. അപ്പൊ രാവിലത്തെ ചമ്മന്തി അരച്ച് തയ്ക്കുക, നാളത്തേക്ക് വെച്ചാൽ കൊള്ളുകയില്ല. അപ്പൊ ഞാൻ 2 ദോശയും കുടിക്കും. അത് കുഴപ്പമില്ല, നല്ല അതിന്റെ ബാക്കി ചോറുണ്ടാ മതി. അത് മതി. അപ്പൊ തോരൻ അപ്പൊ എന്നാ അവന് വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവനവിടെ പോയിരിപ്പുണ്ട്. അവന് വേണ്ടെന്ന്. അവൻ ഷെയ്ക്ക് അടിച്ചു കുടിച്ചല്ലേ? അവൻ ഷെയ്ക്കും കുടിച്ചു മുട്ടയും തിന്നു. കൈ മേലാത്തോണ്ട് കുളിച്ചുമില്ല. അത് കൊള്ളാം.
പോകാനും പറ്റുന്നില്ല. ആ അതുകൊണ്ട് ഒരു ദിവസം കുളിച്ചില്ലേ? ഒരു ദിവസം കുളിച്ചില്ല. ഇന്നലെ കൈ മേലേലും കുളിച്ചു. പക്ഷെ ഇന്ന് നനച്ചാ പിന്നെ നനച്ചാലല്ല ഇനി ചോര എടുക്കുന്നുണ്ട്. താങ്ങിയപ്പോൾ ആ അപ്പൊ പിന്നെ വേണ്ട. ഇവിടെ കൈ മുറിയാത്തവര് കുളിക്കുന്നില്ല. പിന്നെയാ? അല്ലേ കുഞ്ഞി? തണുപ്പാന്നും പറഞ്ഞ് എല്ലാരും തണുപ്പാന്നും പറഞ്ഞിരിക്കുകയല്ലേ? ഞാൻ ഒറ്റ ദിവസം കുളിക്കാതിരിക്കുന്നത്. അതെ 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 ഇന്ന് അതെ. കൈ ആ പിന്നെ ഒരു ചെറിയ ജലദോഷക്കോളും ഒക്കെ ഉള്ളായിരുന്നോണ്ട് ഒരു ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ പിന്നെ 5-6 ദിവസം കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിയർത്ത് വരുന്നു. മഞ്ഞും തലമുടി ഇട്ടുണ്ട് ഓർക്കുമ്പോൾ ഇതേറെ ഉണക്കും. ആ അപ്പൊ പിന്നെ വേണ്ട. നാളെ കേട്ടോ അതെല്ലാം കൂടെ റെഡി ആയിട്ടെ. അപ്പൊ എന്നാ പിന്നെ കഴിച്ചേക്കല്ലേ? കുഞ്ഞിയുടെ ചേട്ടാച്ചന്റെ ആർട്ടൊക്കെ അടിപൊളിയാന്നൊക്കെ എല്ലാരും പറഞ്ഞു കേട്ടോ. കുഞ്ഞും ചേട്ടാച്ചനും നന്നായിട്ട് പടം വരയ്ക്കും. ഞങ്ങളെയൊക്കെ വരച്ചോണ്ടിരുന്നതാ. ഇപ്പൊ കുഞ്ഞിക്ക് മടിയാ വരയ്ക്കാൻ. ഭയങ്കര മടിയായിപ്പോ. കൊറേ സമയമുണ്ട്. ആ അത് സമയമില്ല. എടുത്ത് വേണം എല്ലാ പണിയും ചെയ്യാൻ. ശരിയാവത്തില്ല. വൃത്തിക്കും മനക്കും ചെയ്യണമെങ്കിൽ അതെന്നാന്നറിയോ? സമയം എടുത്ത് അല്ല അതിനെ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, നിന്നെ കൊണ്ട് പറ്റിയ. അതെന്നാന്നറിയോ? എഡിറ്റ് ചെയ്യാൻ ഫോൺ കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞിക്ക് ഇപ്പൊ ഇച്ചിരി ഫോൺ മടിയാണ്. വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. അതിന്റെ കുഴപ്പമുണ്ട്. ചെയ്യാൻ സമയം വേണം. പിന്നെ അത് വേണം. കിട്ടിയാ ഫോൺ നോട്ടമാണ് വേറെ. അതെ ഇന്നലെ ആയിരുന്നു, ഇന്നലെ എഡിറ്റ് ചെയ്താക്കി അബദ്ധമാക്കി കളഞ്ഞു. അതെ ടൈപ്പ് ചെയ്ത് വരുമ്പം മലയാള അക്ഷരങ്ങൾ വരുമ്പം വ്യത്യാസം വരും. അതാ അത് കാണിക്കുന്നല്ലേ എനിക്ക് അറിയത്തുള്ളൂ. അതെ ഞാൻ അതാന്നല്ലേ ഓർക്കത്തുള്ളൂ. അല്ല മറ്റേ പുള്ളി പറഞ്ഞ പോലാണോ? എനിക്ക് എഴുതാനല്ലേ അറിയത്തുള്ളൂ, വായിക്കാൻ അറിയത്തില്ല. കാണുന്നല്ലേ എടുത്തുള്ളൂ. ഇന്നലെ രാത്രിയിലേ നമുക്ക് ബാക്കി ഒന്നും എടുത്തൊന്നും മൊത്തത്തിൽ വീഡിയോ ഒന്നും എടുത്ത് ക്ലിയർ ആക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് പണിയല്ല ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും നടന്നില്ല. കുഞ്ഞിയെ കുഴപ്പമായിരുന്നു അല്ലേ കുഞ്ഞി? അതെ അതെ. രാവിലെ അമ്മ രാവിലെ വെയിൽ കണ്ടോണ്ടാണോ സെറ്റുസാരിയൊക്കെ വിടുന്നത്? അതല്ല, രാവിലെ ഇന്നലെ കുളിക്കാഞ്ഞിട്ട് ഇതുപോലെ ഒരു അസ്വസ്ഥതയില്ല. അപ്പൊ രാവിലെ കുളിച്ചു. ഞാൻ അമ്പലത്തിൽ പോയേക്കാന്ന് വെച്ചു. ആണോ? നല്ല തെളിവുണ്ട്, പക്ഷെ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ലേ. അമ്പലത്തിൽ പോകാൻ ഒരു പൂ കൊണ്ടുപോകാനുള്ള ഒരു ചെറിയൊരു കൂട മേടിക്കണം. അതൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അത് പോയോ? അതൊക്കെ പോയി. ആണോ? കൈ ഇച്ചിരി പഴുക്കുന്നുണ്ടോ? ഇല്ലെന്ന് കുഴപ്പമൊന്നുമില്ല, അത് മാറിക്കോളും. അന്ന് അമ്പലത്തിൽ പോയി ചേരട്ടെ. ഞാനിപ്പം ഇലക്കകത്ത് 2 തുളസി ഇല പറിച്ചോണ്ട് പോകാൻ പോവാ. ഇന്നിപ്പോ രാവിലെയേ സ്പെഷ്യൽ ചമ്മന്തി എന്നാന്നറിയോ? ഇല്ല. ചോറിന് കൊണ്ടുപോകാനായിട്ട് രസമാണ്. ഇന്ന് കുഞ്ഞിക്കും ക്ലാസ് ഉണ്ടല്ലോ. ഇത് ഉപ്പുമാങ്ങ ചമ്മന്തി. ഇന്നലത്തെ ഇപ്പൊ രാവിലത്തെ ഉപ്പുമാങ്ങ ചമ്മന്തിയും നല്ല വെച്ച പാവയ്ക്കാത്തോരനും ഉണ്ട്. പിന്നെ അച്ചാറും ഉണ്ട്. അച്ചമ്മച്ചി ഏതായാലും ഉള്ള തുളസി ഇലയെല്ലാം പറിച്ച് അമ്പലത്തിൽ പോവാ കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യേ, ചേട്ടാച്ചനെ ഇന്ന് സ്കൂളില്ല. പക്ഷെ എനിക്ക് സ്കൂളുണ്ട്. സ്കൂളിൽ പോണം. അതെല്ലേ? അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.